ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. കുഞ്ഞുമാമിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകണം. അപ്പം നമ്മൾ വൈകിട്ട് ഒരു 5-5:30 ആയപ്പോൾ വിചാരിച്ചെങ്കിൽ പിന്നെ പോയി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിത് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുടയില്ലേ, എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷോപ്പിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഒരാവശ്യവുമില്ലായിരുന്നു, വെറുതെ കണ്ടപ്പോൾ രസം തോന്നി മേടിച്ചു കേട്ടോ. കുട ആൾ ചുമക്കാനാ അപ്പോൾ എടുത്തിട്ട് മേടിയെങ്കിൽ പിന്നെ എടുത്തിട്ട് വാ, കുട എടുത്തിട്ട് വാ. ഇനി ആ കുട ചുമക്ക ഒരാൾ വേണോ? എന്ത് കഷ്ടമാത്. അത് കൊടുക്കാം, അവള് ചുമന്നോണ്ടെന്നുള്ളത്. ആ റോട്ടി എത്തുമ്പോൾ കളയല്ലേ അങ്ങോട്ട് കാട്ടിലോട്ട്. കൊട ഒരാള് പിടിച്ചോട്ടു, സ്വന്തമായിട്ട് പിടിച്ചോട്ടു. ഇതിൻ്റെ ആവശ്യം ഉണ്ടായി കൊടയുടെ? ഇത് മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന? അതിനെ അമ്മ പിടിക്കാം. ശിവൻ്റെ കാര്യം നമ്മളെക്കാളും മുമ്പ് തോന്നിപ്പിക്കും. അതിപ്പോൾ എനിക്ക് തന്നെ മെനയായതേ കണ്ടില്ലേ. ഈ ഒരു കുടയും കൊണ്ട് ഇപ്പോൾ എവിടെ പോയാലും കുഞ്ഞാവ് ഇറങ്ങത്തോള്. നമ്മൾ ആ കുട ഇങ്ങനെ ചുമക്കണം. അവൾ കുറച്ച് റോഡൊക്കെ എത്തുമ്പോൾ ഞാൻ നമ്മുടെ തരും ആ കുട. ഇവിടുന്ന് വീടിൻ്റെ അവിടെ നിന്ന് ആ ഇടവരി ഫുള്ള് ആ കുട അവളും കൊണ്ടുവരും. പിന്നെ ബാക്കി നമ്മളത് ചുമക്കണം. അപ്പം നമ്മളിത് ഓട്ടോ വിളിച്ചാട്ടോ പോകുന്നത്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിക്കുന്നുണ്ട്. നമ്മളപ്പം പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലത്തെത്തിയിട്ട് നമ്മുടെ പുനലൂരുള്ള റിയൽ ബസാറിലാട്ടോ വന്നേ. അപ്പം അവിടെ കുഞ്ഞുവാവയ്ക്ക് വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് മേടിക്കണമായിരുന്നു. അപ്പം ഈ ഒരു ടൈപ്പ് ഉടുപ്പാണ് മേടിക്കുന്നത്. ആ ഒരു ഉടുപ്പ്, അതിൻ്റെ ഒരു സൈസ് ഒരു 3/4 കണക്കത്തൊരു നിക്കറോ, നല്ല ലാഭം കേട്ടോ. വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ അത് ഞാൻ ഫസ്റ്റ് മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ക്വാളിറ്റി ആണത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 2-3 മേടിച്ചായിരുന്നു. പക്ഷേ അത് കൊള്ളാം. സാധാരണ നമ്മൾ മേടിക്കുമ്പോൾ 2 വട്ടമൊക്കെ കഴുകി കഴിയുമ്പോൾ അങ്ങ് പോകുന്നതാണ്. ഇതൊക്കെ നല്ല ഉടുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഇതേ കുഞ്ഞാവയ്ക്ക് ഷൂ മേടിക്കാൻ കയറിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ഷൂ മേടിച്ചത് കുഞ്ഞാവിടെ കാലിൽ കിടപ്പുണ്ട്. അത് 400 രൂപയും കണ്ടേ ഉള്ളൂ കേട്ടോ. അതിന് 399 എത്രയേ ഉള്ളൂ അത്. പക്ഷെ നല്ല ഷൂ ആട്ടോ. അങ്ങനെ ഒരു കമ്പനി ഐറ്റം ഒന്നും അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഞാൻ നോക്കിയിട്ട് നമ്മൾ ഒത്തിരി ബ്രാൻഡിലുള്ള സാധനം മേടിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ കാലം പെട്ടെന്ന് വളരുന്നത് അത് വെറുതെയാണ്. അപ്പം പിന്നെ ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ ഞാൻ മേടിക്കുന്നത്. അപ്പം അവൾക്ക് ഷൂ ആ ഒരളവിൽ വേറെ ഷൂ ഇല്ലായിരുന്നു. പിന്നെ ഞാനൊരു ക്രോപ്സ് മേടിച്ചു അവൾക്ക്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അങ്ങാടിക്കടയിൽ വന്നിട്ട് കുറച്ച് വയമ്പ് മേടിച്ചു കേട്ടോ കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ. പിന്നെ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയ സാധനം അവിടെ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അവിടുന്ന് അടുത്തൊരു ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ വന്നപ്പം അവിടെയും ഇല്ല. പിന്നെ അവിടെ കണ്ട 2-3 സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ വേണ്ടെങ്കിലും നമ്മൾ നുള്ളിപ്പറക്കുക എന്നുള്ളത് നമ്മുടെ ഹോബിയാണല്ലോ. അവിടുന്ന് പിന്നെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് 2-3 സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇറങ്ങി. നമ്മൾ പിന്നെ മോജോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുനലൂരത്തെ മോജോയിൽ വന്നൊരു അവിൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിൽ മിൽക്ക് കുടിക്കുന്നതുകൊണ്ട് എനിക്കിത് എങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയത്തില്ല. കുടിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് നമ്മുടെ പുളിയുള്ള പഴമായിരുന്നതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഒന്നും പറയാനില്ല. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അത്. ഞാനങ്ങനെ ഫുള്ള് കുടിച്ചില്ല. ഞാനും കുടിച്ചില്ല, മോളും കുടിച്ചില്ല. കുഞ്ഞുവാവയും ഇപ്പോൾ ഈ കുടിക്കുന്നേ ഉള്ളൂ. പിന്നെ കുഞ്ഞുവാവയും കുടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കടയിലോട്ട് വന്ന് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ കുഞ്ഞുവാവയുടെ ജോലികളിലോട്ട് കടന്നു. കുരുത്തക്കേട് അവിടെ എല്ലാം നശിപ്പിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് നേരം കടയിലിരുന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.